ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേതൊരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു വർക്കിംഗ് ഡേ ആണ്. അതിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. കൂടെ നമ്മൾ ആസ് വർക്കിംഗ് ലേഡീസ്, ആസ് വിമൻ, നമുക്കെപ്പോഴും കുറച്ച് മോട്ടിവേഷൻ ആവശ്യമാണല്ലേ. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ്, നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളൊരു കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണ്. നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ പ്രത്യേകത നല്ല അടിപൊളി സൺറൈസും അടിപൊളി സൺസെറ്റും നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇടയ്ക്കൊക്കെ ഷോർട്സ് ആയിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പം രാവിലത്തെ തിരക്കിട്ട ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ ജോലിക്ക് വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇപ്പോൾ നല്ല തിരക്കാണ്. 2-3 ദിവസമായിട്ട് നമ്മൾ ജോലിയിൽ നിന്ന് ഒഴിവ് കിട്ടിയില്ല എന്ന് തന്നെ പറയാം. പിന്നെ എങ്ങനെയൊക്കെയോ അത്യാവശ്യം ബേസിക് കുക്കിംഗ് ആൻഡ് ക്ലീനിങ് കഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ അവിയലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിയൽ കഷ്ണം വേവിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് പ്രോപ്പർ അവിയൽ തേങ്ങയൊക്കെ ചേർത്ത് തൈരൊക്കെ ചേർത്ത് നമുക്ക് പെട്ടെന്ന് അവിയലാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ലഞ്ചിൻ്റെ കാര്യങ്ങൾ ഒരു 12 മണിയാകുമ്പോഴാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ നല്ല തിരക്കായിരിക്കും. പിന്നെ നമ്മൾ ജോലിക്ക് കയറിയാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രിപ്പ് ചെയ്ത് വെക്കുക എന്നല്ലാതെ ഫുൾ ലഞ്ച് ഞാൻ രാവിലെ തന്നെ ചെയ്യാറില്ല. പിന്നെ കുട്ടികൾ എന്തായാലും നമ്മുടെ സാധാരണ ചോറും കറിയൊന്നും കൊണ്ടുപോകാറുമില്ല. അപ്പോൾ ഒത്തിരി പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകിയത്. അതെല്ലാം തന്നെ എനിക്ക് എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും നമുക്ക് ഹോം മേക്കറാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പലപ്പോഴും ഒരു മടുപ്പ് തോന്നുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എൻ്റെ ഒരു മുന്നത്തെ ഒരു കുറച്ച് നാളിലൊക്കെ എനിക്കത് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ജോലിക്ക് കയറുന്നതിന് മുന്നേ ആണെങ്കിലും അതിന് മുന്നേ ഉള്ള കുറച്ച് കാലഘട്ടത്തിൽ കേട്ടോ. അതിന് ശേഷം ഞാൻ ഹോം മേക്കിംഗ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് എല്ലാം ഡെയിലി ഒരേപോലെയുള്ള കാര്യങ്ങൾ, അപ്പോൾ നമുക്കതിലൊരു എൻജോയ്മെൻറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല പലപ്പോഴും അല്ലേ. എന്താണ് അതിൻ്റെ ഒരു റീസൺ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ച് നോക്കണം. പല പല കാരണങ്ങളായിരിക്കാം. നമ്മുടെ മൈൻഡും കൊണ്ട് നമ്മൾ ഹാപ്പി ചെയ്യുന്ന ജോലികളിലും നമുക്ക് ആ ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റും. അപ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് ഈ സന്തോഷം ഇല്ലാത്തത്. അപ്പോൾ ആദ്യം തന്നെ അത് കണ്ടെത്തിയിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം പിന്നെ അങ്ങനെയൊരു പ്രോബ്ലംസ് ഒന്നുമില്ല. നോർമൽ സാധാരണ നമുക്ക് ഈ കുക്കിംഗ് ക്ലീനിങ്ങിലൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനത്തെ ഒരു സംഭവമാണെങ്കിൽ എങ്ങനെ നമുക്കിത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കി നോക്കുക. ചില സമയത്ത് നമുക്ക് നമ്മളുടെ അടുക്കളയൊന്നും അത്ര ക്ലീൻ അല്ലാതെ മെസ്സി ആയിട്ട് കിടക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ഈ കുക്കിങ്ങിലേക്കൊക്കെ വരാനും. അപ്പം ഞാനിപ്പം മാക്സിമം ചെയ്യുന്നത്, ഞാൻ കുക്ക് ചെയ്യുന്ന ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല ക്ലീൻ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കുക്കിങ്ങിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ പിന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചില ക്ലീനിങ് വീഡിയോസ് കാണുക, അതുപോലെ നല്ല ക്ലീനായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള നമ്മളുടെ ഇടപഴകൽ, ഇതൊക്കെ നമുക്ക് നമ്മുടെ വീടും അങ്ങനെ നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും അവരുടെ എക്സ്പീരിയൻസസ് പറയുമ്പോഴൊക്കെ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ്. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് വേറൊരാളെ പോലെ ആവാൻ ശ്രമിക്കാതെ എന്നെ എങ്ങനെ ബെറ്റർ ആക്കാം. ഞാൻ ഓരോ ദിവസവും ആലോചിക്കും എങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഏതൊരു ഏരിയ നമുക്ക് ഇച്ചിരി വൃത്തിയാക്കാൻ പറ്റും, എന്ത് സാധനം ഇന്ന് ഡീക്ലട്ടർ ചെയ്യാൻ പറ്റും, ഇന്നെങ്ങനെ ഞാൻ ഇന്നലത്തേക്കാളും ബെറ്റർ ആവും. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. പലപ്പോഴും നമ്മൾ മറ്റാൾക്കാരായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആയിപ്പോയല്ലോ, അങ്ങനെയുള്ള ചിന്തയാണ് നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പക്ഷേ പുറമേ കാണുന്ന ഒരു ലൈഫ് ആയിരിക്കില്ല അവരുടെ. പിന്നെ അവരുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയിലും വ്യത്യാസമായിരിക്കും. ഇപ്പം ഞാൻ വർക്കിംഗ് അല്ലാത്തൊരു ഹോം മേക്കർ ഒത്തിരി അടിപൊളിയായിട്ട് വീട് കാര്യങ്ങൾ ചെയ്ത് പോകുന്നത് കണ്ടിട്ട് എനിക്കങ്ങനെ ആവാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ മറ്റു കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നതിൽ ഞാൻ ഹാപ്പി ആവണ്ടേ. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെയാണെങ്കിലും എനിക്ക് വേറെയും കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും, പിന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ലാക്കിങ് വരുമ്പോൾ ഉള്ള വിഷമവും മാറ്റുന്നത് നമ്മൾ അങ്ങനെ റിയലൈസ് ചെയ്യുമ്പോഴാണ്. പിന്നെ ചെയ്യാവുന്നത്, നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഓവർ ഒബ്സസീവായി ഓവർ സ്ട്രെസ് ആവാതിരിക്കുക.
പണിയും തീർന്നില്ലല്ലോ, എല്ലാം മെസ്സിയാണല്ലോ. കാരണം നമ്മുടെ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത്. പിന്നെ മടിയുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ചില സമയത്ത് നമുക്ക് കറക്റ്റ് ടൈമിന് നമ്മൾ ചെയ്ത് തീർക്കാതെ ടൈം വേസ്റ്റ് ചെയ്തത് കൊണ്ടാവാം ഇങ്ങനെ വന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്വയം കറക്റ്റ് ചെയ്ത് തന്നെയല്ലേ ആവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് വേറൊരാൾക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ കണ്ടാൽ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുമല്ലേ, വേറെ ആൾക്കാർ അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്ന് സെൽഫ് മോട്ടിവേറ്റഡ് ആയാൽ തന്നെയും നമുക്ക് കുറേ കാര്യങ്ങൾ ഓക്കെ ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് പെട്ടെന്ന് ചെയ്ത് തീർത്താൽ തന്നെ നമുക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലിരിക്കും. അതായത് ഇപ്പം ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥയോ നമ്മളുടെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേറെ ആൾക്കാർ ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞേക്കാം. പക്ഷെ നമുക്കറിയുന്ന പോലെ വേറൊരാൾക്ക് അറിയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ വേറൊരാളുടെ നെഗറ്റീവ് കമൻറ്റിനൊന്നും നമുക്ക് ചെവി കൊടുക്കാതെ ഓരോ ദിവസവും പയ്യെ ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പം നമുക്ക് നമ്മുടെ ഫാമിലീനോട് മാത്രം ഉത്തരവാദിത്തമുള്ളൂ. നമ്മുടെ ആ ക്ലോസ് ഇൻറ്റിമേറ്റ് ഫാമിലിയിലെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരായിട്ട് നല്ല രീതിയിൽ പോവുക, അവരായിട്ട് സഹകരിച്ച് നമ്മൾ ഒത്തിരി അങ്ങ് സ്ട്രെസ്ഡ് ഔട്ട് ആവാതെ അവരുടെയും കൂടി ഹെൽപ്പൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. എനിക്ക് പലപ്പോഴും പല വീഡിയോസും അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ വീടൊക്കെ കാണുമ്പോഴത്തേനും പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്നത് കാണുമ്പോൾ എൻ്റെ വീട് അങ്ങനെയില്ലല്ലോ, എനിക്കത് ഫുള്ളി അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് നല്ല റിഗ്രറ്റുള്ള ആളാണ് കേട്ടോ. പക്ഷേ അങ്ങനെ ആവരുതെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ആ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്നെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഇന്നെങ്ങനെ ബെറ്റർ ആക്കാം, എൻ്റെ കയ്യിലുള്ള സമയം കൊണ്ട് എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് കേട്ടോ ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഭയങ്കരമായ വിഷമം ഇടയ്ക്ക് വരാറുണ്ടെങ്കിലും അത് മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റാറുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ ട്രൈ ചെയ്യുക. ഒരുപാട് നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മളെങ്ങനെയാണോ അതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യാസപ്പെടുത്തിയെടുക്കുക. ഏത് വലിയ വീടോ ചെറിയ വീടോ എങ്ങനത്തെ ആണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള കുട്ടി സന്തോഷങ്ങളും എല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മൾ സന്തോഷമായിട്ട് വന്നാൽ തന്നെ നമ്മുടെ വീടൊക്കെ താനേ റെഡിയായി വന്നോളും. അപ്പോൾ അധികം ക്ലീനിങ് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല, ജോലി കൂടുതലുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം അങ്ങനെ വരുമ്പോൾ ചെയ്യുന്നത് എല്ലാ റൂമിലെയും ബെഡ് വൃത്തിയാക്കിയിടുക, ബെഡ്ഷീറ്റ്സ് വിരിച്ചിടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ആ എല്ലാ റൂമിനും ഒരു പകുതി വൃത്തിയായൊരു ഇഫക്റ്റ് വരും. പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളിലോട്ട് ഞാൻ വന്നു. അപ്പോൾ ഇന്നത്തെ ലഞ്ചെന്ന് പറഞ്ഞാൽ അവിയലും പിന്നെ ഇച്ചിരി ചെമ്മീൻ റോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറ് ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയിട്ട് അതും എടുത്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇനി കുറച്ച് നേരം കൂടി ജോലിക്ക് ശേഷം 3:30 ആയപ്പോഴത്തേനും കുട്ടികൾ വന്നിട്ട് സ്നാക്കായിട്ട് ആ ഒരു ബിസ്ക്കറ്റും പിന്നെ ഞാൻ എഗ്ഗ് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം വേറെ പ്രത്യേക സ്നാക്കൊന്നും ഇല്ലെങ്കിൽ എഗ്ഗും പാലും തന്നെയാണ് കൊടുക്കുക. ചായയുടെ സമയം കഴിഞ്ഞ് കുട്ടികൾക്ക് അത്യാവശ്യം സ്നാക്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ സെറ്റായിക്കോളും. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ബാക്കി ജോലിയും കൂടി കണ്ടിന്യൂ ചെയ്യാനുണ്ട്. അതായത് ഒരു 5:30, 6 വരെ ജോലി അധികം ഉള്ളപ്പോൾ 6:30 വരെയൊക്കെ നമ്മൾ ഇരിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഒരു 5:30 ആകുമ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ നോക്കും. പിന്നെ ഇപ്പം ഈ ചെടീൻ്റെ അടുത്തൊക്കെ ഒന്ന് പോവും. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അടുത്ത പ്രെയർ ടൈമിന് മുന്നേ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാൻ നോക്കും. നമ്മുടെ ആ ചായയുടെ പാത്രങ്ങളും പിന്നെ എന്താ പറയുക ഇവരുടെ ലഞ്ച് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. മോൻ എഗ്ഗ് കഴിച്ചു, മോള് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ മൂടി വെച്ചിട്ട് നമ്മുടെ ബാൽക്കണിയിലോട്ട് വന്നേക്കുകയാണ്. അപ്പോൾ കഴിയുമ്പോഴൊക്കെ ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാൻ നോക്കലുണ്ട്. അതായത് ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നത്തെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഈ ബാൽക്കണിയിൽ വന്നിട്ട് ഇവിടെ ഒന്ന് സെറ്റാക്കുക, ഓരോരോ ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെനിക്കൊരു എന്താ പറയുക
അതെനിക്കൊരു ബ്രേക്ക് ടൈമാണ്, ഒന്നൊരു റിലാക്സിങ് ടൈമായിട്ട് ഫീൽ ചെയ്യലുണ്ട്. അപ്പം സമയം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും മിസ്സാക്കലില്ല. ഇത് കുട്ടികളുടെ ഒരു കാരിക്കേച്ചർ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. മുന്നേ നമ്മൾ 2018 യു എസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ന്യൂയോർക്കിലെ ഒരു സ്ട്രീറ്റിൽ നിന്ന് ഒരു അവിടെ ഒരാളിരുന്ന് കാരിക്കേച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം വരപ്പിച്ചതാണ്. അപ്പം ഞങ്ങളിത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രദർ വന്നപ്പം പുള്ളി അത് കൊണ്ടുവന്നതാണ്. അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഇത് വീണ്ടും കണ്ടപ്പോൾ നല്ല രസമുണ്ട്. പിന്നെ കുറച്ചായി എന്തെങ്കിലും ഒരു എക്സ്ട്രാ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് ജോലിയിൽ ബിസി ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താൻ പാടാവുമല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം കുറച്ച് സമയം ഉണ്ടായി. അപ്പോൾ മോളുടെ റൂമിലെ ഷെൽഫ്സാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് അത്യാവശ്യം മെസ്സി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ഒതുക്കാം. കളയേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് 4 തട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും സമയമൊന്നുമില്ല, അപ്പോൾ ഞാൻ 2 തട്ടായിട്ട് ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പണിക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പോൾ എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പണികൾ ചില സമയത്ത് ഇങ്ങനെ സമയമില്ലാത്ത സമയത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും മടുക്കും. അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ 2 കബേർഡ്സ് മാത്രം, അപ്പോൾ നമുക്ക് എത്ര സമയമുണ്ടോ അതിനനുസരിച്ച് അത്രയും വൃത്തിയാക്കാൻ എടുക്കുക. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പണി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം കുറച്ച് മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1-2 ബോക്സുകളൊക്കെ എക്സ്ട്രാ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ തരം തിരിച്ചെടുക്കാമല്ലോ. അപ്പോൾ എല്ലാം കൂടി മിക്സപ്പായി പോവാതെ തരം തിരിച്ച് മാറ്റി വയ്ക്കുകയും ചെയ്യാം. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു കവറും കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അത്യാവശ്യം മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു മടിയാണ് കേട്ടോ. അവൾ കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ക്രിയേറ്റീവ് പേഴ്സണാണ്. നമ്മൾ ഈ കലാകാരന്മാരൊക്കെ മെസ്സിയാണെന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ. അപ്പം ഇച്ചിരി മെസ്സി ഏരിയയിൽ ഇരുന്നാലും ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം എനിക്കത് കാണുമ്പം നല്ല ഇറിറ്റേഷൻ വരും. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചൊക്കെ ഇങ്ങനെ ഒതുക്കി കൊടുത്താൽ അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ കുറച്ച് നേരം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല മടുപ്പായി. അപ്പം ഞാൻ നമ്മുടെ ബാൽക്കണിയിൽ സ്ഥിരം വന്ന് നിൽക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്ന് നിന്നാൽ എനിക്ക് നല്ലൊരു സമാധാനമാണ്. ആ വണ്ടികളും നോക്കി നിന്ന് അവിടെ നിന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും. അപ്പോൾ മാറ്റേണ്ട സംഭവങ്ങളൊക്കെ മാറ്റി ഒരുവിധം ഒരു തട്ടിക്കൂട്ട് ഓർഗനൈസിങ് ഒക്കെ ചെയ്ത് ആ ഒരു 2 ഷെൽഫിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ കുറച്ച് കുട്ടി വിശേഷങ്ങൾ. പിന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഈ ഒരു വീക്ക് നല്ല തിരക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പം മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ എന്നുള്ളത് ഞാൻ മൺഡേ, തേഴ്സ്ഡേ ആക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ, വീഡിയോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.